Hello banking aspirants. ഞാനിന്ന് IBPS RRBPO Club 2025 80 days strategy ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് എക്സാമിനേഷൻ കാലണ്ടർ എന്ന് പറയുന്നത്. 27th ജൂലൈയിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ എക്സാമും കഴിയുന്നത് 9th November 2025 ആണ്. ഇതാണ് പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. റീസണിങ് 40 questions 40 marks 25 minutes, ക്വാണ്ട് 40 questions 40 marks 20 minutes-ഉമാണ്. ടോട്ടൽ 80 questions ഉണ്ട്. ഇതാണ് മെയിൻസിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ടോട്ടൽ 120 minutes ആണ്. 200 questions ഉണ്ടാവും. ഇതൊക്കെയാണ് സിലബസ് എന്ന് പറയുന്നത്. പ്രിലിംസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 minutes, മെയിൻസ് 120 minutes-ഉമാണ്. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതായത് ഒരു തെറ്റുത്തരത്തിന് 0.25 മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പ്രിലിംസ് റീസണിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സെക്ഷൻ ഓരോ ദിവസമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് മോക്ക് ടെസ്റ്റിലോട്ട് കടക്കാനായിട്ടുള്ളത്. ഇതാണ് കോണ്ടിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. പ്രിലിംസ് സിലബസാണിത്. ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഇത് മെയിൻസിൻ്റെ സിലബസാണ്. കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്കത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കോണ്ടിൻ്റെ മെയിൻസ് ആണ്. ഇതിൽ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനും അരിത്തമാറ്റിക്കുമാണ് കുറച്ച് ഹൈ ലെവലായിട്ട് ചോദിക്കുന്നത്. കാരണം മിക്സഡ് DI ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ജനറൽ അവയർനെസ്സിൻ്റെയാണ്. ആസ് സച്ച് ജനറൽ അവയർനെസ്സിൽ ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ആണ്. എന്ന് വെച്ച് ബാക്കി പഠിക്കേണ്ടതെന്നല്ല, എല്ലാം ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. ഇത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമുക്ക് പ്രൈമായിട്ട് നമുക്ക് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. നിമിഷ മാമിൻ്റെ എഡിറ്റോറിയൽ സെഷൻസ് ഡെയിലി കാണാൻ നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ, ഹിന്ദു പത്രം വായിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ സ്ഥിരമായിട്ട് വായിക്കാം. ഇത് കമ്പ്യൂട്ടറാണ്. പ്രിലിംസ് കഴിഞ്ഞ ശേഷം മാത്രം കമ്പ്യൂട്ടർ നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിനുള്ള സൈറ്റുകളാണ് ഗൈഡ്ലി, ടെക്സ്റ്റ് ബുക്ക്, ഒലിവ് ബോർഡ്, അഡ. കുറച്ച് സിലബസൊക്കെ അത്യാവശ്യം അറിയാമെന്നുള്ളവരാണെങ്കിൽ മോക്ക് ടെസ്റ്റ് ഇപ്പോഴേ ചെയ്ത് തുടങ്ങുക. തീരെ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മളിത് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കാം.